നമസ്കാരം. വ്യത്യസ്തവും അപൂർവവുമായ നിരവധി വാർത്തകൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ആറ്റിങ്ങിൽ നിന്നുകൊണ്ടാണ് അത്തരത്തിലൊരു വാർത്ത ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ആറ്റിങ്ങലിൽ നടന്നതും വ്യത്യസ്തമായതും അപൂർവമായതും ഒരു സംഭവമാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ 55-ാം വർഷത്തിലേക്ക് കടന്ന മണമ്പൂർ സ്വദേശികളായ രാധാരമണൻ കെ ഇന്ദിര ദമ്പതികളാണ്. 1970 വിവാഹം കഴിഞ്ഞത് അല്ലേ? ഈ ഒരു നിമിഷം മക്കളും ചെറുമക്കൾക്കുമൊപ്പം ഇത്തരത്തിൽ ആരോരുമില്ലാത്തവർക്ക് അന്നം വിളമ്പിയും അവർക്ക് പുതുവസ്ത്രങ്ങളും ചികിത്സാ ധനസഹായങ്ങളും നൽകി അവർക്കൊപ്പം ഈ ഒരു വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരു മനസ്സിൽ നിറവ്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. കാരണം 55 വർഷം വിവാഹ വാർഷികത്തിന് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണമെന്ന് ഞാനും എൻ്റെ വൈഫും ആഗ്രഹിക്കുകയും അത് വിമലിനെ വിളിച്ച് വിവരം പറയുകയും അങ്ങനെ സാധാരണക്കാർക്ക് ഒരു അന്നദാനം നടത്തണമെന്നുള്ള ആഗ്രഹം സഫലീകരിക്കുകയും അതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്ത വിമലിനും രതീഷിനും പിന്നെ അജിത്ത് സാർ ഇവിടെ ഹാജരായി. ബാക്കിയുള്ളവർ സലീം സാറ്, ബാക്കി എല്ലാവരെയും പേരറിഞ്ഞുകൂടാ. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി രേഖപ്പെടുത്തും. ഈ ത്രിവർണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾക്കൊപ്പം അതിന് എല്ലാത്തിനും വേണ്ട സപ്പോർട്ടുകൾ നൽകി മുന്നോട്ട് നയിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ആറ്റിങ്ങൽ VS അജിത് കുമാർ. എന്തായാലും ദീർഘനാളത്തെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും നിരവധി പ്രശ്നങ്ങളുമൊക്കെ ആ കടമ്പകളെല്ലാം കടന്നാണ് 55 വർഷത്തിലേക്ക് കിടക്കുന്നത്. ഈ 55-ാം വാർഷികം ഈ ത്രിവർണ ചാരിറ്റബിൾ സൊസൈറ്റിയായിട്ട് ചേർന്ന് പാവങ്ങൾക്ക് അതുപോലെ അന്നദാനം കൊടുക്കുന്നതിനും വസ്ത്രവിതരണം ചെയ്യുന്നതിനും അതുപോലെ ക്യാഷ് വിതരണം ചെയ്യുന്നതിനുമൊക്കെ ഉള്ള ഒരു മഹാമനസ്കത, അത് എന്തായാലും അവരെ സംബന്ധിച്ച് ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു വഴിയായി ഇത് മാറും എന്നുള്ളതാണ്. എന്തായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും ഇതിൻ്റെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിട്ടുള്ള ആ ഒരു അടുപ്പം, ആ ബന്ധമൊക്കെ വെച്ചുകൊണ്ടാണ് ഞാനും കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ത്രിവർണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും ഒപ്പം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ത്രിവർണ ചാരിറ്റബിൾ സൊസൈറ്റി എല്ലാ വർഷങ്ങളിലും അവരിതുപോലുള്ള പരിപാടികൾ നടത്തുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. ഞാൻ വിചാരിച്ചതില്ല ആരംഭ ശൂരത്വമായിരിക്കും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവരങ്ങനെയല്ല, അവരെല്ലാ വർഷങ്ങളിലും നിരവധി പരിപാടികൾ വെച്ചുകൊണ്ട് നിരവധി കർമ്മരംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് കൈത്താങ്ങാകുവാനും ഒക്കെ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ ഭാരവാഹികളെ സംബന്ധിച്ച് അവരുടെ ഒരു അർപ്പണബോധത്തോടെയുള്ള ആ ഒരു പ്രവർത്തന ശൈലിയായി ഞാൻ കാണുകയാണ്. നമസ്കാരം. നിറഞ്ഞ സന്തോഷവും അതിലേറെ ആഹ്ലാദവും ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. ശ്രീ രാധാരമണൻ അങ്കിൾ, ഇന്ദിര ആൻറ്റി അവരുടെ 55-ാം വിവാഹ വാർഷികത്തിൻ്റെ വേളയിൽ വളരെയധികം ആഘോഷപൂർവ്വമാക്കിയിരിക്കുകയാണ് ത്രിവർണയുടെ ഈ വേദി. വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ത്രിവർണയ്ക്ക് വേണ്ടുന്ന സഹായങ്ങളും വേണ്ടുന്ന പ്രവർത്തനങ്ങളിലെല്ലാം സജ്ജമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ രാധാരമണൻ അങ്കിളിനും കുടുംബ ബന്ധങ്ങൾക്കും അനുഗ്രഹാശംസകളുടെ ദൈവത്തിൻ്റെ 1000 പ്രാർത്ഥനകളോടെ ത്രിവർണയിൽ നിന്ന് വിമലം നായർ, പ്രസിഡന്റ്, ആറ്റിങ്ങൽ. 55-ാമത് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മണമ്പൂർ സ്വദേശികൾ രാധാരമണൻ ഇന്ദിര അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ത്രിവർണയിൽ അന്നദാനം കൊടുക്കാനും അതിനുവേണ്ടി എല്ലാവിധ സഹായവും ചെയ്തു എന്ന അവരുടെ കുടുംബക്കാർക്കും എല്ലാവരുടെ പേരിലും, സാധുക്കളുടെ പേരിലും എല്ലാവരുടെ പേരിലും പ്രത്യേക ആശംസകൾ അറിയിക്കുകയാണ്. അവർക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് ത്രിവർണയുടെ പേരിലും പൊതുജന കൂട്ടായ്മയുടെ പേരിലും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.
ഈ നല്ലൊരു ദിനത്തിൽ ഇത്തരം ഒരു സൽപ്രവൃത്തി ചെയ്യാൻ മനസ്സ് കാണിച്ച നമ്മളെ രാധാരമണൻ ഇന്ദിരാ ദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അവർക്ക് ദൈവം ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടിയും ഇനി ഒത്തിരി കാലം ജീവിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരം നല്ല കാര്യങ്ങളിൽ നമുക്കും പങ്കെടുക്കാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായി കാണുന്നു. തുടർന്നും എല്ലാവിധ സഹായവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ജീവിതയാത്രയുടെ 55-ാം വർഷത്തിലേക്ക് കടന്ന രാധാരമണൻ ഇന്ദിര ദമ്പതികൾക്ക് വിവാഹ വാർഷിക ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങളും ആശംസകൾ അറിയിക്കുന്നു. ആറ്റിങ്ങലിൽ നിന്നും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.